ഈ KLF-ന്റെ വേദിയിൽ അദ്ദേഹം പറഞ്ഞതിന് ശേഷം അതുപോലെ നോട്ട് ചെയ്യുന്ന സമയത്തും ബന്ധപ്പെട്ട പാർട്ടി അണികൾ നിശിതമായി ഏറ്റവും മോശമായ രീതിയിൽ സമൂഹം അതിൽ MT വാസുദേവനെ പോലെ ആക്രമിക്കുകയാണ് ചെയ്തത്. ഇത് സാർ ശ്രദ്ധിച്ചിട്ടുണ്ടല്ല, കേരളത്തിൽ പ്രവണത എന്ന് പറയുന്നത് സോഷ്യൽ, അതാ പറഞ്ഞത് നമ്മൾ MN വിജയനും മാഷും അതുപോലെ തന്നെ ഇവരൊക്കെ ജീവിച്ചൊരു കാലഘട്ടത്തല്ല. ഇന്ന് സാമൂഹ്യ മാധ്യമത്തിൽ ഒരു വിവരമില്ലാത്ത, ഒരു വസ്തു വായിക്കാത്ത, ഒരു ധാരണയില്ലാത്ത, ഒരു ചുക്കും അറിയാത്ത MN വിജയൻ മാഷ് എന്താ എഴുതുന്നോ അല്ലെങ്കിൽ എന്താ പറയുക അണികളെന്ന് വിളിക്കുന്ന സ്ഥലത്ത് വിശ്വരി അണികളെന്ന് വിളിക്കുന്ന യാതൊരു ധാരണയില്ലാത്ത ആൾക്കാർക്ക് എന്തും വിളിച്ചു പറയാം, എന്തും എഴുതാം, ആക്രമിക്കാം. അതിന് കാരണം എന്താ അറിയോ? ഇതേ നിലവാരമാണ് ഇതേപോലെ കുറെ സാംസ്കാരിക എഴുത്തുകാരുണ്ട്. അത് ദൈഷ്ണികമായിട്ട് വളരെ പരമദരിദ്രരാണ്. ഏത് എഴുത്തുകാരനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട ആൾ സച്ചിദാനന്ദൻ്റെ മുടിയെക്കുറിച്ച് പറഞ്ഞായിട്ട് അത് സച്ചിദാനന്ദൻ്റെ മുടിയും അദ്ദേഹത്തിൻ്റെ എഴുത്തും തമ്മിൽ എന്താ വന്നില്ല. അല്ല, അതൊക്കെ നമ്മൾ കാണുന്ന കാര്യത്തിന് ആ മാനസിക നിലവാരത്തിൻ്റെ അവസ്ഥയാണ്. ആ മാനസിക നിലവാര അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ അരിപ്പുറത്തിനും പിൻപാമ്പുറത്ത് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ അടിമവസ്ഥയ്ക്ക് അകത്തുള്ള ജീവിതം, കാര്യം അവർ അടിമകളാണ്. അപ്പോൾ അവരെ മറ്റുള്ള അടിമകളാണ് അടിമവസ്ഥയ്ക്ക്. അപ്പോൾ അവരുടെ ചിന്തയും അവരുടെ ബുദ്ധിയും ബോധമൊക്കെ തന്നെ ആ നിലയ്ക്ക് വളരെ സംഗീതവും പരിമിതമായതുകൊണ്ട് അവർ ഇതുപോലെ വലിയൊരു ലോകം വലതുപക്ഷ ബോധ്യങ്ങളാണത്.